ഹലോ വെൽക്കം ടു ന്യൂമിക്സ് ലേണിംഗ്സ്. അഫീഫ് അലിയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നൊരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് പോലെ, ഒരുപാട് കുട്ടികൾ സംശയിച്ച് ചോദിച്ചിരുന്നത് പോലെ, ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് SCERT പുറത്തു വിട്ടിട്ടുണ്ട്. നമ്മൾ അതൊന്ന് പരിശോധിക്കാൻ പോവാണ്. ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ മാർക്ക്, ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കുറവ് മാർക്ക് എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇത്തരത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. കാരണം കുറവ് മാർക്ക് ചോദിക്കുന്ന ചാപ്റ്ററിൽ നമ്മൾ കുറെ സമയം വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ചാപ്റ്ററിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വെയിറ്റേജിനെ കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അപ്പൊ പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന, കാത്തിരുന്ന ഈ ഒരു വെയിറ്റേജ് നമ്മുടെ മുമ്പിൽ വന്നെത്തിയിരിക്കുന്നു. നമ്മൾ അതൊന്ന് പരിശോധിക്കാൻ പോവാണ്. റെഡിയാണല്ലോ? എടാ, SSLC വിവിധ വിഷയങ്ങളുടെ യൂണിറ്റ് വെയിറ്റേജ് അല്ലെ, SSLC സബ്ജക്ട് വൈസ് യൂണിറ്റ് വെയിറ്റേജ് ആണ് ആര് പുറത്തിറക്കിയിട്ടുള്ളത് SCERT അല്ലെ, കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയതാണ്. 2026 നമ്മൾ ഇനി എഴുതാൻ പോകുന്ന ഒഫീഷ്യൽ ആയിട്ടുള്ള വെയിറ്റേജ് ആണ് സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതൊന്ന് നോക്കാൻ പോവാണ്. എടാ, ഇതിൽ ഉള്ളടക്കമുണ്ട്. ഇതിന്റെ ഒരു PDF ആയിട്ടാണ് നമ്മുടെ സൈറ്റിൽ നമുക്ക് ലഭ്യമാണ്. നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം. ഗണിതം എന്ന് പറഞ്ഞാൽ മാത്സ് ആണ്. ഭൗതികശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, SS, മലയാളം, അതുപോലെ നമുക്ക് ഉറുദു ഉണ്ട്, അറബിക് ഉണ്ട്, മലയാളത്തിൽ തന്നെ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളത്തിൽ തന്നെ ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാത്തിന്റെയും ഉള്ളടക്കത്തിൽ ഒരു വിശദമായ ഒരു PDF ആണ്. അതിൽ നമ്മൾക്ക് പരിശോധിക്കാൻ പോകുന്നത് ആദ്യത്തെ മാത്സിൽ എങ്ങനെയാണ്, ഗണിതത്തിൽ എങ്ങനെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് മക്കളെ നമ്മൾ ഇന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. ഒന്ന് നോക്കിക്കേ. സെഷൻ, അധ്യായം, സ്കോർ, ശതമാനം. ഇതിന്റെ ഇംഗ്ലീഷിലെ സെക്ഷൻ, ചാപ്റ്റർ, സ്കോർ ആൻഡ് പെർസെന്റേജ്, ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ സെക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് സംഖ്യകളാണ്, നമ്പേഴ്സ്. അപ്പൊ സംഖ്യകൾ നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. അടുത്തതോ വിശകലന ജ്യാമിതി, അനലിറ്റിക്കൽ ജിയോമെട്രി, അതുമായി ബന്ധപ്പെട്ട ആ സെക്ഷനിൽ നിന്നും ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. അടുത്തത് ആൾജിബ്രയാണ്, ബീജഗണിതം. പിന്നെ ജിയോമെട്രിയാണ്, ജ്യാമിതിയാണ്, വരക്കലുമായി ബന്ധപ്പെട്ട്. ഒന്ന് നോക്കിക്കേ. സമാന്തര ശ്രേണികൾ, അതായത് അരിതമെറ്റിക് സീക്വൻസ്, സാധ്യതകളുടെ ഗണിതം, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, പ്രോബബിലിറ്റി, സ്ഥിതി വിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിൽ നിന്ന് ഒന്ന് നോക്കിക്കേ. ഈ 3 ചാപ്റ്ററിൽ സമാന്തര ശ്രേണികൾ, ഒന്നാമത്തെ ചാപ്റ്റർ ആയ അരിതമാറ്റിക് സീക്വൻസിൽ നിന്ന് 7 മാർക്കിന്റെ ചോദ്യമാണ്. പ്രോബബിലിറ്റി, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം 5 മാർക്കിന്റെ ചോദ്യം ചോദിക്കും. സ്ഥിതി വിവര കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര മാർക്കിനാണ്? 6 മാർക്കിനാണ് മക്കളെ ചോദിക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷൻ നോക്കിയേ. സൂചക സംഖ്യകൾ, കോർഡിനേറ്റ്സ്, അതുപോലെ ജ്യാമിതിയും ബീജഗണിതവും, ജിയോമെട്രി ആൻഡ് ആൾജിബ്ര. അതിൽ നിന്ന് 5, 8, 5, 13 മാർക്കിന്റെ ചോദ്യം ഏതിൽ നിന്നാണ്? 7ാമത്തെ ചാപ്റ്റർ ആയ ജ്യാമിതിയും ബീജഗണിതവും, കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ. അതുപോലെ 11ാമത്തെ ചാപ്റ്റർ ആയ ജ്യാമിതിയും ബീജഗണിതവും. 5 മാർക്ക് സൂചക സംഖ്യകൾ, കോർഡിനേറ്റിൽ നിന്നും 8 മാർക്കാണ് ജ്യാമിതിയും ബീജഗണിതവും അല്ലെങ്കിൽ ജിയോമെട്രി ആൻഡ് ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിക്കുക. 8 മാർക്ക്. ഇനി നോക്കിക്കേ. സമാന്തര ശ്രേണിയും ബീജഗണിതവും അല്ലെ, അരിതമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, 3ാമത്തെ ചാപ്റ്റർ, 8 മാർക്കിനാണ് ചോദ്യം. 10%, 8 മാർക്കിനാണ് ചോദ്യം. സെക്കൻഡ് ഡിഗ്രി, രണ്ടാംകൃതി സമവാക്യങ്ങൾ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്, 4 മാർക്കിനാണ്. ബഹുപദങ്ങളും സമവാക്യങ്ങളും, പോളിനോമിയൽസ് അല്ലെ, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എത്രയാണ്? 4 മാർക്കിനാണ്. അടുത്തത് വൃത്തങ്ങളും കോണുകളും, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, രണ്ടാമത്തെ ചാപ്റ്റർ, 7 മാർക്കാണ്. ടാൻജൻസ് അഥവാ തൊടുവരകൾ, 7 മാർക്കിനാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. വൃത്തങ്ങളും വരകളും അവിടെ പഠിച്ചിട്ടുണ്ട്. സർക്കിൾസ് ആൻഡ് ലൈൻസ് ഏതാണ്? 5 മാർക്കിന്. വരക്കാനുള്ള ഒരു ചോദ്യം അതിൽ നിന്ന് 5 മാർക്കിന്. പിന്നെ ട്രിഗണോമെട്രി എത്ര മാർക്കിനാണ്? 8 മാർക്കിനാണ്. ദെൻ ഘനരൂപങ്ങൾ, സോളിഡ്സ് എത്ര മാർക്കിനാണ്? 6 മാർക്കിന്. ക്ലിയർ ആണല്ലോ? അതിന്റെ ഇംഗ്ലീഷ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇത് കൃത്യമായിട്ട് നോക്കുക. ഇനി ഒന്ന് നോക്കിക്കേ. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചത് ഏതാ?
8 മാർക്കിന് ചോദിച്ചതാണ് ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജാമിതിയും ബീജഗണിതവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. ദെൻ അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര, സമാന്തര ശ്രേണിയും ബീജഗണിതവും 8 മാർക്കിന്റേതാണ്. ട്രിഗണോമെട്രി, ത്രികോണമിതി 8 മാർക്കിന്റേതാണ്. ഇനി 7 മാർക്കിന്റെ ഒന്ന് നോക്കിക്കേ. അരിത്തമാറ്റിക് സീക്വൻസ് ഒന്നാമത്തെ പാഠം, സമാന്തര ശ്രേണികൾ. പിന്നെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, എന്താണ് വൃത്തങ്ങളും കോണുകളും. ദെൻ ടാൻജൻസ്, തൊടുവരകൾ. ഇത്രയും ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിന് ചോദിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, സമാന്തര ശ്രേണി അരിത്തമാറ്റിക് സീക്വൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 7 മാർക്കിനും മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിനും, അതായത് സമാന്തര ശ്രേണിയിൽ നിന്നും മാത്രം 15 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. സമാന്തര ശ്രേണിയിൽ നിന്ന് മാത്രം 15 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകളും ജാമിതിയും ബീജഗണിതവും, അല്ലെ, ജോമെട്രി ആൻഡ് ആൾജിബ്ര. ഇത് രണ്ടും ഏകദേശം ഒരേപോലത്തെ ചാപ്റ്റർ ആണ്. അതിൽ നിന്നും 8ഉം 5ഉം 13 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. ഇനി ടാൻജൻസ് ആൻഡ് സർക്കിൾസ് ആൻഡ് ലൈൻസ്, തൊടുവരകളും വൃത്തങ്ങളും കോണുകളും, രണ്ടാമത്തെ പാഠവും 8ാമത്തെ പാഠവും, അതിൽ നിന്ന് 7ഉം 7ഉം 14 മാർക്കിന്റെ ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററുകൾ, അതുപോലെ സോളിഡ്സ്, ഖരരൂപങ്ങളിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യം വരും. അപ്പോൾ ഈ വെയിറ്റേജ് നോക്കി വേണം മക്കൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ. റെഡിയാണല്ലോ? അപ്പൊ മക്കളെ നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കാം. നമുക്ക് വെയിറ്റേജ് വന്നു, എല്ലാം വന്നു. ഇനി പഠിച്ച് പൂർത്തിയാക്കുക, പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക്. അല്ലെ, there are no secret to success. അല്ലെ, സക്സസിലേക്ക് യാതൊരു സീക്രറ്റും ഇല്ല, ഒരു എളുപ്പ വഴിയില്ല, ഒരു ഷോർട്ട് കട്ട് ഇല്ല, ഒന്നുമില്ല. എന്ത് മാത്രമുള്ളത്? ഹാർഡ് വർക്ക് ആൻഡ് ലേണിംഗ് ഫ്രം ഫെയിലിയർ, പ്രിപ്പറേഷൻ. അല്ലെ, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, തോൽവിയിൽ നിന്ന് നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊള്ളുക. റെഡിയാണല്ലോ? അപ്പോ ഇതിന്റെ ബാക്കി ചോദിക്കുന്നവരുണ്ട്, ബാക്കി സബ്ജക്റ്റുകളുണ്ട്. ബാക്കി സബ്ജക്റ്റുകൾ അതിന്റെയൊക്കെ നിങ്ങൾക്ക് വെയിറ്റേജ് വേണമെന്നുള്ളവർ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ ഉടൻ മെസ്സേജ് അയക്കുക, നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഭാഗമാകുക. ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോസ്, അതുപോലെ നമ്മുടെ SSLC മാത്സിന്റെ റിവിഷൻ വീഡിയോസ്, കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനും നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉടനടി ഏതിന്റെ ലിങ്ക് വെയിറ്റേജ്, ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് കംപ്ലീറ്റ് സൈറ്റിലുണ്ട്, അതിന്റെ ലിങ്ക് വേണ്ടവർ ഉടൻ തന്നെ ഈ മെസ്സേജിൽ ബന്ധപ്പെടുക. റെഡിയാണല്ലോ? അപ്പൊ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണുന്നത് വരെ ഗുഡ് ബൈ.